ഒരു പ്രോഗ്രാമർക്ക് നിർബന്ധമായും ക്ലോസിംഗ് സ്കിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അതൊരു വിചിത്രമായി തോന്നുന്നുണ്ടാവും. ക്ലോസിംഗ് സ്കില്ല് സെയിൽസ് പേഴ്സൺ അല്ലേ വേണ്ടത്, പ്രോഗ്രാമർക്ക് എന്തിനാ? പക്ഷെ അങ്ങനെയല്ല. ശരിക്കും നിങ്ങളുടെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ബേസിക് ലെവലിൽ ചിലപ്പോൾ ഒരു ബേസിക് ജൂനിയർ ഡെവലപ്പർ അല്ലെങ്കിൽ ജൂനിയർ എഞ്ചിനീയർ എന്നുള്ള ലെവലിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അവിടെ നിങ്ങൾ നെക്സ്റ്റ് പൊസിഷനിലേക്ക് പോവുക, നിങ്ങളൊരു ടീം ലീഡ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിൻ്റെ നെക്സ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ ഒരു പ്രൊജക്ട് മാനേജർ അല്ലെങ്കിൽ ഒരു ടീം മാനേജർ ഒക്കെയുള്ള പൊസിഷൻ, അങ്ങനെ കയറി പോകും. ഇവിടെ ക്ലോസിംഗ് സ്കില്ല് എന്താണെന്ന് നിങ്ങൾ അറിയണം. ക്ലോസിംഗ് സ്കില്ല് എന്ന് പറയുന്നത് സെയിൽസിലുള്ള ഒരു സ്കില്ല് മാത്രമല്ല, നമ്മുടെ ടീമിനെ അല്ലെങ്കിൽ നമ്മുടെ ക്ലയൻസിനെ, നമ്മുടെ പ്രൊജക്ട് മാനേജറിനെ അല്ലെങ്കിൽ നമ്മുടെ ഡയറക്ടേഴ്സിനെ അവരെ കൺവിൻസ് ചെയ്യാനുള്ള ഒരു സ്കില്ല് വേണം. നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യാണ്, ആ പ്രൊജക്റ്റിൽ ഒരു ഫീച്ചർ ആഡ് ചെയ്യാണ്, അല്ലെങ്കിൽ ക്ലയൻറ്റ് ഇന്നൊരു ഫീച്ചർ പറയാണ്, ആ ഫീച്ചർ പോരാ, അത് പ്രശ്നമാണ്, അത് പിന്നെ ഫ്യൂച്ചറിലേക്ക് ബാധിക്കും, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്യാനുള്ള ഒരു ക്ലോസിംഗ് സ്കിൽ നമുക്കില്ലെങ്കിൽ നമ്മൾ അവർ പറയുന്നത് എന്താണോ അതുപോലെ ചെയ്യും, വീണ്ടും ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ കരിയർ എപ്പോഴും ഒരു സ്റ്റെബിലിറ്റി ഇല്ലാണ്ട് പോകും. നമുക്ക് നമ്മുടെ ആരും ആയിക്കോട്ടെ, നമ്മുടെ സബോർഡിനേറ്റ്സ് ആയിക്കോട്ടെ, നമ്മുടെ ടീം മെമ്പേഴ്സ് ആയിക്കോട്ടെ, നമ്മുടെ മാനേജേഴ്സ് ആയിക്കോട്ടെ, നമ്മുടെ ക്ലയൻസ് ആയിക്കോട്ടെ, അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനുള്ള സ്കില്ല് നമുക്ക് വേണം. ആ സ്കില്ലിനെയാണ് നമ്മൾ ക്ലോസിംഗ് സ്കില്ല് എന്ന് പറയുന്നത്. നമുക്ക് നല്ല രീതിയിൽ പ്രോഗ്രാമിംഗ് ചെയ്യാൻ അറിയാം, പക്ഷെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയില്ല, അവരെ കൺവിൻസ് ചെയ്യാൻ അറിയില്ല എങ്കിൽ നമുക്ക് യാതൊരു ഗ്രോത്തും ഉണ്ടാവില്ല. സോ ഈ ക്ലോസിംഗ് സ്കില്ല് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പ്രോഗ്രാമിംഗ് വേൾഡിൽ.